അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം 5ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അൽ വഹദത്തുൽ ഖാമിസ 5ാമത്തെ പാഠം അയൽ സാമ്രാജ്യങ്ങളിലേക്ക്. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിന് നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. പൗരസ്ത്യ റോമിൻ്റെ തലസ്ഥാനം. ഓപ്ഷൻസ്: കോൺസ്റ്റാന്റിനോപ്പിൾ, റോമ പട്ടണം, മദായിൻ പട്ടണം. ശരിയുത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. 2. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് സൈന്യങ്ങളെ വിട്ട വർഷം. ഓപ്ഷൻസ്: ഹിജ്റ 14, ഹിജ്റ 12, ഹിജ്റ 13. ശരിയുത്തരം ഹിജ്റ 12. 3. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഓപ്ഷൻസ്: മദായിൻ, ഇറാഖ്, ഈജിപ്ത്. ശരിയുത്തരം മദായിൻ. 4. റോം സാമ്രാജ്യം 2ആയി വിഭജിക്കപ്പെട്ട ക്രിസ്ത്വാബ്ദം. ഓപ്ഷൻസ്: 595, 395, 535. ശരിയുത്തരം 395. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. പലസ്തീൻ കീഴടക്കാൻ 1ാം ഖലീഫ നിയോഗിച്ച സൈന്യാധിപൻ. 2. ഡമസ്കസ് കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപൻ. 3. ഹിംസ് കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപൻ. 4. ജോർഡാൻ കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപൻ. 5. യർമൂക്ക് കീഴടക്കിയ സർവ്വ സൈന്യാധിപൻ. ഇപ്പുറത്ത് നോക്കുകയെ അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ബി. ശുറഹ്ബീൽ ബിനു ഹസന റളിയല്ലാഹു അൻഹു. സി. യസീദ് ബിനു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഡി. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഇ. അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിനു നേരെ എഴുതണം. 1. പലസ്തീൻ കീഴടക്കാൻ 1ാം ഖലീഫ നിയോഗിച്ച സൈന്യാധിപൻ. ശരിയുത്തരം ഇ. അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. 2. ഡമസ്കസ് കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപൻ. ശരിയുത്തരം സി. യസീദ് ബിനു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. 3. ഹിംസ് കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപൻ. ശരിയുത്തരം എ. അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. 4. ജോർഡാൻ കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപൻ. ശരിയുത്തരം ബി. ശുറഹ്ബീൽ ബിനു ഹസന റളിയല്ലാഹു അൻഹു. 5. യർമൂക്ക് കീഴടക്കിയ സർവ്വ സൈന്യാധിപൻ. ശരിയുത്തരം ഡി. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. ECABD. അടുത്ത പേജ് നോക്കൂ, പൂരിപ്പിക്കുക. 1. ഒരു വർഷവും 2 മാസവും ഡാഷ് ഇറാഖിൽ യുദ്ധം നയിച്ചു. ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഖാലിദ് റളിയല്ലാഹു അൻഹു. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. ഒരു വർഷവും 2 മാസവും ഖാലിദ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ യുദ്ധം നയിച്ചു. 2. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഡാഷ് സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ബൈസാന്തീൻ. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ബൈസാന്തീൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. 3. അറേബ്യയുടെ ഡാഷ് ഭാഗത്താണ് പേർഷ്യൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പൂരിപ്പിക്കേണ്ടത് കിഴക്ക്. അറേബ്യയുടെ കിഴക്ക് ഭാഗത്താണ് പേർഷ്യൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 4. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം ഡാഷ് ആയിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് 40,000. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം 40,000 ആയിരുന്നു. 5. യർമൂക്കിൽ റോം സൈന്യത്തിന്റെ എണ്ണം ഡാഷ് 40,000 ആയിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് 2,00,000. യർമൂക്കിൽ റോം സൈന്യത്തിന്റെ എണ്ണം 2,40,000 ആയിരുന്നു. അടുത്ത പ്രവർത്തനം ഉത്തരം കണ്ടെത്താം. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ അയൽ രാജ്യങ്ങളിലേക്ക് നീങ്ങി. എപ്പോൾ? ഉത്തരം: അറേബ്യയിൽ അരാജകത്വം അവസാനിപ്പിക്കുകയും അറബികളെ സത്യത്തിൽ അടിയുറപ്പിക്കുകയും ചെയ്ത ശേഷം. 2. ഈ 2 ഭരണകൂടങ്ങളും മുസ്ലിം രാജ്യങ്ങൾക്ക് കനത്ത ഭീഷണിയായിരുന്നു. ഏത് ഭരണകൂടങ്ങൾ? ഉത്തരം: ഇസ്ലാമിക രാജ്യങ്ങളോട് തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളായിരുന്ന
കിഴക്ക് ഭാഗത്തെ പേർഷ്യൻ സാമ്രാജ്യവും വടക്ക് ഭാഗത്തെ റോം സാമ്രാജ്യവും. 3. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളായിരുന്നു അവ രണ്ടും. ഏവ? ഉത്തരം: പേർഷ്യൻ സാമ്രാജ്യവും റോം സാമ്രാജ്യവും. 4. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന രാജ്യങ്ങൾ. ഉത്തരം: ഇറാഖ്, ഒമാൻ, ബഹ്റൈൻ, യമൻ എന്നീ രാജ്യങ്ങൾ. 5. രണ്ടായി വിഭജിക്കപ്പെട്ട റോം സാമ്രാജ്യത്തിലെ ഓരോന്നിന്റെയും തലസ്ഥാനങ്ങൾ ഏവ? ഉത്തരം: പൗരസ്ത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളും പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റോമ പട്ടണവുമാണ്. 6. യർമൂക്കിൽ റോമക്കാരും മുസ്ലിം സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാനുണ്ടായ സാഹചര്യമെന്ത്? ഉത്തരം: ഷാമിന്റെ വിവിധ ഭാഗങ്ങൾ കീഴടക്കുവാനായി 4 സൈനിക തലവന്മാരുടെ നേതൃത്വത്തിൽ 4 സൈന്യങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സജ്ജമാക്കി. ഫലസ്തീനിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഡമസ്കസിലേക്ക് യസീദ് ബിൻ അബി സുഫ്യാൻ റളിയല്ലാഹു അൻഹു, ഹിംസിലേക്ക് അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ജോർഡാനിലേക്ക് ശുറഹ്ബീൽ ബിൻ ഹസന റളിയല്ലാഹു അൻഹു എന്നിവരെയാണ് നിയോഗിച്ചത്. അപ്പോൾ റോം ചക്രവർത്തി മുസ്ലിങ്ങളുമായി സന്ധി നടത്താൻ ഉദ്ദേശിച്ചു. പക്ഷേ അനുയായികൾ അത് വിസമ്മതിച്ചു. യുദ്ധം തന്നെ വേണമെന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ യർമൂക്കിൽ റോമക്കാരും മുസ്ലിം സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുണ്ടായി. 7. ബൈസാന്തിൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന രാജ്യങ്ങൾ. ഉത്തരം: ഈജിപ്ത്, ഷാം എന്നീ രാജ്യങ്ങൾ. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ വീരകൃത്യങ്ങൾ. അപ്പോൾ നോക്കൂ, ഹിജ്റ 12-ാം വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് സൈന്യങ്ങളെ വിട്ടു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവായിരുന്നു സർവ്വ സൈന്യാധിപൻ. 1 വർഷവും 2 മാസവും ഖാലിദ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ യുദ്ധം നയിച്ചു. ഒരു സൈന്യാധിപനും നിർവഹിക്കാൻ കഴിയാത്ത വീരകൃത്യങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. യൂഫ്രട്ടീസ് നദീതടത്തിന്റെ സമ്പുഷ്ട ഭാഗങ്ങൾ അദ്ദേഹം കീഴടക്കി. അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര കണ്ടമ്പരന്ന പല നാട്ടു രാജാക്കന്മാരും അദ്ദേഹവുമായി സന്ധി നടത്തി. ഷാമിന്റെ വിവിധ ഭാഗങ്ങൾ കീഴടക്കുവാനായി 4 സൈനിക തലവന്മാരുടെ നേതൃത്വത്തിൽ 4 സൈന്യങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സജ്ജമാക്കി. അപ്പോൾ റോം ചക്രവർത്തി മുസ്ലിങ്ങളുമായി സന്ധി നടത്താൻ ഉദ്ദേശിച്ചു. പക്ഷേ അനുയായികൾ അത് വിസമ്മതിച്ചു. യുദ്ധം തന്നെ വേണമെന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ ഇരു വിഭാഗങ്ങളും യർമൂക്ക് എന്ന സ്ഥലത്ത് ഏറ്റുമുട്ടി. ആർക്കും വിജയമില്ലാതെ 3 മാസങ്ങൾ കഴിഞ്ഞു കടന്നു. അങ്ങനെയിരിക്കെ ഖലീഫയുടെ കൽപ്പന പ്രകാരം വീരസേനാനിയായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു യർമൂക്കിലെത്തി. വിവിധ സൈന്യാധിപന്മാരുടെ വ്യത്യസ്ത പതാകകൾക്ക് കീഴിൽ യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ സർവ്വസൈന്യാധിപത്യം അദ്ദേഹം ഏറ്റെടുത്തു. അവർ 40,000 അവരെയുമായി അദ്ദേഹം 2,40,000 വരുന്ന റോം സൈന്യത്തോട് യുദ്ധം ചെയ്തു. പുലർവോളം നീണ്ടുനിന്ന ഘോര സമരത്തിൽ മുസ്ലിങ്ങളുടെ 6 ഇരട്ടി വരുന്ന റോം സൈന്യത്തെ അദ്ദേഹം വിരട്ടിയോടിച്ചു. ഉപന്യസിക്കുക എന്നതിൽ 2ാമത്തത് റോം സാമ്രാജ്യം. അപ്പൊ നോക്കൂ, പേർഷ്യൻ സാമ്രാജ്യം കഴിച്ചാൽ ഏറ്റവും വലിയ സാമ്രാജ്യം റോം സാമ്രാജ്യമായിരുന്നു. ഈ സാമ്രാജ്യം ക്രിസ്താബ്ദം 395 പൗരസ്ത്യ സാമ്രാജ്യവും പാശ്ചാത്യ സാമ്രാജ്യവുമായി വിഭജിക്കപ്പെട്ടു. ഒന്നാമത്തേതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളും 2ാമത്തേതിന്റെ തലസ്ഥാനം റോമ പട്ടണവുമായിരുന്നു. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ബൈസാന്തിൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ സാമ്രാജ്യമായിരുന്നു അറബ് രാജ്യങ്ങളോട് വടക്ക് വശത്ത് അയൽപ്പക്കം പുലർത്തിയിരുന്നത്. ഈജിപ്ത്, ഷാം എന്നീ രാജ്യങ്ങൾ ഇതിന്റെ കീഴിലായിരുന്നു. ഉപന്യസിക്കുക എന്നതിൽ 3ാമത്തത് പേർഷ്യൻ സാമ്രാജ്യം. അപ്പം നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. ഡൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മദായിൻ പട്ടണമായിരുന്നു തലസ്ഥാനം. ഇറാഖ്, ഒമാൻ, ബഹ്റൈൻ, യമൻ എന്നീ രാജ്യങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഇറാഖ് ഒഴിച്ച് മറ്റ് 3 രാജ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുസ്ലിങ്ങൾക്ക് അധീനമായിരുന്നു. ഹിജ്റ 12-ാം വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് സൈന്യങ്ങളെ വിട്ടു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവായിരുന്നു സർവ്വസൈന്യാധിപൻ. 1 വർഷവും 2 മാസവും ഖാലിദ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ യുദ്ധം നയിച്ചു. ഒരു സൈന്യാധിപനും നിർവഹിക്കാൻ കഴിയാത്ത വീരകൃത്യങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. യൂഫ്രട്ടീസ് നദീതടത്തിന്റെ
സമ്പുഷ്ട ഭാഗങ്ങൾ അദ്ദേഹം കീഴടക്കി. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.